ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നോട്ട് കൊച്ചി തണക്കാൻ പോണാണ്. എങ്ങനെ കൊച്ചി വേണം നമുക്ക് ബോഡി കണക്കണെങ്കിൽ നല്ല ഫ്രൂട്ട്സ് കഴിക്കണം. കൊച്ചിയിൽ ഇന്ന് മുതൽ നല്ല ഫ്രൂട്ട്സ് വില കുറവിൽ പിക്കാങ്കോ കിട്ടും. നമ്മ പിക്കാങ്കോന്റെ ഉദ്ഘാടനം നിന്ന് സാഹിലേക്ക് ചീഫ് ഗസ്റ്റ്. ഉദ്ഘാടനം കഴിഞ്ഞിപ്പോ വെള്ളം കുടിച്ചോണ്ടിരിക്കാനാണ്. ബാക്കി പരിപാടി ഉള്ളിൽ പോട്ടാ. അപ്പൊ നമ്മ കൊച്ചി തണുപ്പിക്കാൻ തന്നെയാണ്. അപ്പൊ ഫ്രൂട്ട്സ് കൊച്ചിയിലേക്ക് അത്തി റേറ്റ് ആണ് ഫ്രൂട്ട്സിന്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവക്കാഡോക്ക് 200 രൂപ ഉള്ളപ്പോൾ 150 രൂപയ്ക്ക് വിൽക്കണം പറയണത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് മെയിനായിട്ട് ഡയറക്റ്റ് ഫാമിൽ പോയിട്ട് ഡയറക്റ്റ് ഫാമിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് റീസെയിൽ ചെയ്യും. അപ്പൊ ഫാമിൽ നിന്ന് എടുത്തുകൊണ്ടിരുമ്പോ അത് എന്തായിരിക്കും, ഫ്രഷ് ആയിരിക്കും, റേറ്റും കുറവായിരിക്കും. അപ്പൊ ഫാമിൽ എടുത്ത ഫ്രൂട്ട്സ് ആയിട്ട് മാത്രമല്ല അങ്ങോട്ട് അപ്പൊ എന്താണ് നമ്മുടെ ജ്യൂസായി കൂടെ കൊടുക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം കൊച്ചിയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അത്യാവശ്യം ഉപകാരപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ സ്വന്തം ഇക്കാക്കന്മാരെന്നെ എടുത്ത് പറയാൻ പറ്റാത്ത ആൾക്കാരാണ് തുടങ്ങിയേക്കുന്നത്. നമുക്ക് അവരെയൊക്കെ പോയി പരിചയപ്പെടാം. വാട്സാല് ഇങ്ങോട്ട് ഫ്രെയിം ഇരിക്കൂല, ഇങ്ങോട്ട് വാ. കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു ആശയം എങ്ങനെയുണ്ട്? നല്ല അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാമായ യൂട്യൂബ് ബ്ലോഗാണ്. ആകെ നമ്മളെ ഫേക്ക് അക്കൗണ്ട്സ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മാസ്റ്റർ മൈൻഡ് എന്നാണ് അമീർക്ക എപ്പോഴും പറയുന്നത്. ഈ ഒരു സംഭവം കൊച്ചി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ഫാമിൽ നടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ആശയം വരാനുള്ള കാരണം എന്തായിരുന്നു? ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താണ് ഫുഡ്, നല്ല മെയിനായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അതിപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും തൃപ്തിയാണ്, നമ്മളും തൃപ്തിയാണ്. അത് അഫോർഡബിൾ പ്രൈസിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മ ഇത് സെറ്റാക്കിയേക്കാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ പിക്കാങ്കോന്റെ ഓണർമാരിൽ നല്ലൊരാള്, മെയിൻ ആയിട്ടുള്ള ആളാണെന്നാണ് നമ്മ ഉണ്ടാക്കണത്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരെ കാണാം. നമ്മളെ കൂടെ ഉള്ളത് കൊച്ചിയിൽ പ്രമുഖ കൊച്ചി തണുപ്പിക്കാൻ എത്തിയ 4 പേരില് രണ്ടാമനാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ ഫ്രൂട്ട്സിന് പുറത്ത് ആപ്പിളിന് 350 രൂപ, ഇവിടെ എന്തുകൊണ്ട് 250 കൊടുക്കും? അതാണ് നമ്മുടെ എന്താണ് സ്റ്റാർട്ടപ്പിന്റെ പ്ലാൻ ചെയ്തിട്ട് കട്ടിങ്ങില്ല, കുറച്ച് പ്ലാൻ ചെയ്തിട്ട് പറയാന്ന്. പെട്ടെന്ന് ചോദിക്കില്ലേ? ആന്ധ്രാപ്രദേശിൽ നിന്ന് കട്ടുണ്ടോ പറ്റില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവത്തില്ലേ കട്ടിങ്ങില്ല. നമ്മുടെ കച്ചവടം പൊടി കൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാ, കാര്യങ്ങൾ ചെയ്യാ. ഇവരൊക്കെ തിരക്കിലാണ്. നമുക്കിപ്പോ ഫ്രൂട്ട്സ് കാണിക്കുക. എനിക്ക് ഫ്രൂട്ട്സ് വലിയ ഇത് വിജ്ഞാനില്ല, എന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഇത് മാതളത്തിന് പുറത്ത് എന്തായാലും 300 രൂപ കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും 300 രൂപ എന്നൊക്കെ പറഞ്ഞു, 230 രൂപ. പിന്നെ ഇത് സിട്രസ് ആണെന്ന് തോന്നുന്നു, ചെറിയ സിട്രസ്. സിട്രസ് ക്ഷമാമതൊക്കെ അറിയാം. ഇത് നമ്മുടെ കൊച്ചിന്റെ മെയിൻ സാധനമാണ് അവക്കാഡോ. പിന്നെ ഇത് ആപ്പിള്, ഇത് പപ്പായ. ബ്രോ അതൊന്നും കാണിച്ചോക്കി. അപ്പൊ ഇത് വലിയ സിട്രസാ. അതെ, ഞാൻ 10-15 ദിവസം 20 ദിവസം അടുത്ത് പണി നടന്നിട്ടുണ്ട്. ഫുള്ള് ദിവസവും ഇല്ലേ കട്ടായിട്ട് നിക്കണ 4 പേരാ. ഞാനും സാലും നിങ്ങേക്കാട്ട് മാറി കണ്ടല്ലേ. ആ പുള്ളിയൊക്കെ നോക്കി ഇപ്പോഴും കണ്ണൊന്നും നോക്കിയത് അമീർക്ക. ആ കട്ടുമാറിന്റെ ഇപ്പോഴും കണ്ണീന്ന്. ആ കഷ്ടപ്പാടിന്റെ വേനാണ്. പ്രവാസികൾ തുടങ്ങിയ കട, അങ്ങനെ എനിക്ക് പറയാൻ ഇഷ്ടം. പ്രവാസികള് നാട്ടിൽ വന്ന് തുടങ്ങിയ കട പ്രവാസി. പിന്നെ ഇതെന്തായാലും സബർജില്ലേ, ഗ്രീൻ ആപ്പിൾ 250 രൂപ. ഓ, എന്തൊരു ലാഭം. അതെനിക്കറിയില്ല, കാണുന്നവരത് പറ. ഇത് മാംഗോ.
ഇതും അതും ക്വാളിറ്റി എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഇതും ആപ്പിൾ. എന്ത് ആപ്പിളാണ് അത്? പലതരം ആപ്പിൾ. ഇത് കാശ്മീരി ആപ്പിൾ. ഏതാണ്? മാംഗോ. മാംഗോ 100, അത് 120. സിട്രസ് ഇതെന്താണ് സാർ? പറഞ്ഞോ. എങ്ങനെ മധുരം? അമേരിക്ക. മധുരം എനിക്കതറിയില്ലേ. ഇത് വേണ്ട. മേടിച്ചു. നല്ല ഇതെന്ത് സാധനമാണ്? എന്ത് സാധനം പേര്? അതല്ല വിലയുള്ളത്. ഷിയാസ്ക. ഇതിന്റെ സാധനത്തിന്റെ പേര് ഈ സാധനം ലിച്ചി. ഇവിടുത്തെ റേറ്റും കാലൊക്കെ എന്റെ സിസ്റ്ററിന്റെ ഏറ്റുമാനൂരെ വൈഫിന്റെ അനിയത്തി ഇതിന്റെ വലിയ മാറ്റമുണ്ട്. ലിച്ചിയില് ഹോൾസെയിൽ ആയിട്ട് അങ്ങനെ കൊടുക്കും. എനിക്ക് കച്ചവടം നടത്തുന്നത് വലിയ മാറ്റമാണ്. അത് നമ്മളാരും പേരെന്താണ്? എന്റെ പേര് സലീം. ഇവിടുത്തെ റേറ്റും കാലൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ റേറ്റും കാലൊക്കെ എങ്ങനെയുണ്ട്? ഫ്രൂട്ട്സ് ഒക്കെ എവിടെ? ഇവിടുത്തെ റേറ്റ് ഇവിടുത്തെ കൊള്ളാം. അൽഹംദുലില്ലാ. മാഷാ മാഷാഅല്ലാ. ഓക്കെ ഫ്രൂട്ട്സ് ക്വാളിറ്റി ഇവിടുന്ന കഴിക്കാനൊക്കെ കാണുമ്പോ മനസ്സിലാവൂലേ. ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. എക്സ്പീരിയൻസ്. അത് എടുത്തോ. അത് മധുരം തന്നെ. എത്ര വേണം? എടുക്കണോ? എടുത്ത് നോട് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ എന്താണ് ഉള്ളിലെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് അല്ല അതിന്റെ ഇതും കാണിക്ക് അവന്റെ ഇതെന്ത് ടൈപ്പാണ്? നീ എന്നെ പറ, എനിക്കറിയില്ല. ഞാനതിലെ 2 ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട് 10 പത്തരം എനിക്ക് അവിടെ മോകുമ്പട്ടെ 2 പേര് അതിന് വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ അമീർക്കാൻ നമ്മൾ ഇപ്പോൾ ജ്യൂസ് സെന്റർ, ജ്യൂസുകൾക്ക് വേണ്ടി പ്രത്യേക ഒരു സെന്റർ. അമീർക്കാക പറഞ്ഞ ചൈന ഇമ്പോർട്ട് എന്തോ സാധനമൊക്കെ ഉണ്ടെന്നൊക്കെയാണ്. പക്ഷെ ഒന്നും കണ്ടില്ല ഇവിടെ. പുള്ളി ഒരു പ്രശസ്ത ബ്രാൻഡായ പനമ്പള്ളി ഒരു സമയത്ത് ഇപ്പോഴും കത്തിച്ചോണ്ടിരിക്കുന്ന കിളി പോയിന്റ് ഓണറാണ് ഈ നിക്കണത്. കണ്ടാ ചിലപ്പോ മനസ്സിലാവൂലേ. മാസ്ക് ഇട്ടോണ്ട് മാസ്ക് മാറ്റിയാ നിനക്ക് മനസ്സിലാവും. ഓ ഇത് മറ്റേ ആളല്ലേ എന്ന് ബാക്കി ഞാൻ ആണോ? മൊജിറ്റോ അടിച്ചിട്ടുണ്ട്, അത് കുടിക്കാം. 2 ഗ്ലാസ് കുടിച്ച് ആരാ അങ്ങനെ ഫുൾ കണ്ടിട്ടു വന്നടാ കുഞ്ഞിപ്പിടിക്ക്. പ്രശസ്ത അല്ല, പ്രശസ്തരായ 4 പേരിൽ 3 പേരെ മീറ്റ് ചെയ്തു. പോയിനെ പിടിക്കണം. റാഹത്ത് വന്നേറിയ എല്ലാവർക്കും താങ്ക് യു. എടാ ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന് 20 രൂപ, ജ്യൂസ് അടിക്കണമെങ്കിൽ 80 രൂപ. ഇത് ഫുള്ള് ജ്യൂസ് അല്ലെ ജ്യൂസ് അടിച്ച് കുടിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലടാ, നീ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഇത് കുടിക്ക്. കുടിച്ചോ അറിയാം. എന്റെ മൈക്കില്ലേ? അയ്യോ, എന്റെ മൈക്കുണ്ട്. ഞാൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞത്? സുഹൃത്തുക്കളെ, മൈക്കുണ്ടെന്നുള്ള ഓർമ്മ പറഞ്ഞത് ഇതെന്താ പറക്കാതെ പോയി പെങ്ങളാണ്. ഞാനോർത്ത് കുടിച്ചിട്ടാ അതിനെന്ത് പ്രശ്നമുണ്ട്. ഓ സൂപ്പർ.
സായിനോട് ചോദിക്കും. എന്റെയൊക്കെ ഇല്ല, അതെ. അപ്പൊ സുഹൈല് പറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ജ്യൂസ് അടിക്കാൻ പൈസ ഇവിടെ 70 പക്ഷെ നോക്കി എന്തൊക്കെയുള്ളു. ഡ്രാഗൺ ഫ്രൂട്ട്, 2 ഡ്രാഗൺ ഫ്രൂട്ട്, ഗ്രീൻ ആപ്പിള്. വ്യത്യാസമുണ്ട്. നിക്ക് 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 നിക്ക്. അതിപ്പോ ഇതായിട്ട് വന്നോളൂ. ഒരു മിനിറ്റ് മറ്റേ മൈക്ക് കുറിച്ചോ. പത്ത് മൈക്ക്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ഒരു സംഭവത്തിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പിക്ക് ചെയ്ത് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിലാ സെയിം സാധനം നമ്മൾ ജ്യൂസ് അടിച്ച് ഷുഗർ ഒക്കെ ഇടും. അതായത് നാച്ചുറൽ ആണ്. ഷുഗർ വേണമെങ്കിൽ ഷുഗർ ഇല്ലാണ്ട് ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ Silence സാധനം എന്ത് ചെയ്യാം, അടിക്കാം. എന്നാ Healthy കൂടെ ഒരു രാവിലെ ജ്യൂസ് അത് ഇതൊക്കെ healthy കൂടെ അടിച്ചു കൊടുത്തേ. ചീസി ഷവായ സായലിന് വേണ്ടിയിട്ടുള്ള healthy കൂടെ ready ആവണം കേട്ടോ. ബ്രോസ്റ്റർ. നമുക്ക് കാണാം. അപ്പൊ കൊച്ചു ശരിക്കും തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയേക്കണത്. പിന്നെ എല്ലാം അപ്പൊ അടിക്കലാണ്. അതായത് നമ്മുടെ കണ്ണും ക്ലോസ് നമുക്കപ്പ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാം കാണാൻ പറ്റുമ്പോഴാ ഏറ്റവും എന്താണ് വെറുതെ അടിക്കണത്. പാലില് പാല ശരിക്കും ഞാൻ ജനുവരി റിവ്യൂ അത്ര ഫുഡി പറയുള്ളൂ. അപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ലൈറ്റ് ഞാൻ കണ്ടില്ല കേട്ടോ. അവിടെ ബില്ല് ചെയ്യണം ചെയ്യണം എന്താ ചെയ്യും. എടാ ഇതിലെടുത്തോടാ അത് കുടിക്കണം. അപ്പൊ നമ്മളെ സ്വന്തം അളിയൻ അണിയെടുക്കാൻ അളിയൻ എന്താണ് ഈ കളറായത്. ഡ്രാഗൺ ഫ്രൂട്ടിന് കളറാണ്. ആ കളറാണ് കൂടുതലുള്ളൂ. ചില്ലാക്സ് ഐറ്റം തണുപ്പുണ്ടാവോ അളിയാ. ആണെന്നാ പോട്ടോ വരോ. ഞാനിപ്പോ പോട്ടോ കുമ്പട്ടരിയാണ്. ആ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോ വീഡിയോ അപ്ലോഡ് ചെയ്താ പോലെ. മൈക്ക് നിങ്ങളെയാണോ അവിടെ പിടിച്ചെന്ത് കാണിക്കാണ്. അല്ല എല്ലാം കേക്കും. ഇതൊന്നും കട്ട് ചെയ്യൂല. വ്ളോഗില് റിയൽ അമ്മയായിരിക്കും. എക്സ്പോസിങ് അനിയർക്കാക്ക എത്ര വട്ടം ഗ്ലോബൽ നാഷണൽ കളിച്ചിട്ടുണ്ട്. എത്ര വട്ടം കളിച്ചിട്ടുണ്ട് ഗ്ലോബൽ കളിക്കാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കേരള ടീമിന്റെ കോച്ചായിട്ട് പലതവണ പോയിട്ടുണ്ട്. എത്ര വട്ടം കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് കൗണ്ട് ചെയ്തിട്ടില്ല. ഈ സംഭവമാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ എന്താ നിങ്ങനെ ഓടിച്ച റിവ്യൂ പറയാമോ. ഇത് നിങ്ങൾ ഈ രൂപത്തിൽ കഴിച്ച സാധനം നമ്മളിത് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രമുഖനായ ഇൻഫ്ലുവൻസർ സുഹൈലി കഴിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയും. കഴിച്ചിട്ട് ആദ്യം ഇതിലെടുക്ക്. ഓക്കെ റെഡി അല്ലേ. ഇത് അണ്ടിങ്ങനെ ഇത് കുടിച്ചിട്ട് ഉള്ള റിവ്യൂ, ജെന്യുവൻ റിവ്യൂ എന്ത് ചെയ്യാം പറയുള്ളൂ. കുടിച്ചു നോക്ക്. എന്താ വൈറലാക്കി സാധനം ഇത് കൊള്ളാട്ടോ. പക്ഷെ പഴത്തിന്റെ ടേസ്റ്റ് ഡോമിനേറ്റ് ചെയ്യണ പഴമുണ്ട് ഇതിനകത്ത്. നമ്മ സെപ്പറേറ്റ് ഒരു വീഡിയോ നിക്ക് പഴവും പേരൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പഴത്തിന്റെ ടേസ്റ്റ് എന്താണ് ഡ്രാഗന്റെ ടേസ്റ്റ് ആണ്. കുടിച്ചോക്കെ ശരിയാണ്. അപ്പൊ ഈ ഒരു എളിയ വ്ലോഗ്, നമ്മളെ ഉദ്ഘാടന വ്ലോഗ്, കന്യാർക്കാരുടെ ഉദ്ഘാടന വ്ലോഗ് നമ്മൾ കുറച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരുപാട് വ്ലോഗുകൾ ഇവിടെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മ പുതിയൊരു
നമ്മ പുതിയ സംരംഭത്തിന്റെ പുതിയ വർക്ക് ആദ്യമായിട്ട് കൈ കൊടുത്ത പിക്കാൻ പോയിട്ടാണ്. അപ്പൊ ഇനിയും കുറെ വ്ളോഗുകൾ വന്നിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ബൈ.